സിബോ ഭയങ്കര തണുപ്പ് കേട്ടാ. പിന്നെ സിബപ്പ് തണുപ്പല്ലാതെ ചൂടായിരിക്കും ചെറിയമ്മ. അയ്യോ നിന്റെ ഒരു കോമഡി. ഇതുപോലെ എനിക്ക് ചെറിയമ്മയുടെ ഔട്ടിങ്ങിന് വരാൻ ഞാൻ ഇഷ്ടം. എന്താ നിന്റെ അമ്മയുടെ കൂടെ പോണ ഇഷ്ടമല്ലേ? അമ്മയുടെ കൂടെ പോണത് ഇഷ്ടമാണ്. പക്ഷെ അമ്മയുടെ കൂടെ പോയാൽ എനിക്ക് ഇതുപോലെ ഒന്നും കിട്ടൂല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് വാങ്ങിക്കണം. അപ്പൊ നിനക്കൊന്നും വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചു തരും. അതല്ലേ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് അമ്മ ഇഷ്ടമുള്ളതാണ് വാങ്ങിക്കണം. ഞാൻ നിന്റെ അമ്മയല്ലേ? ആണല്ലോ. പിന്നെ ചെറിയമ്മയ്ക്ക് ഒരു സ്കൂട്ടി എടുത്തൂടെ? എന്നാ നമുക്ക് ശംഖുമുഖത്തും പിന്നെ സൂയിലും അവിടെയൊക്കെ പോവാല്ലോ. എടുത്തൂടെ ചെറിയമ്മയ്ക്ക് സ്കൂട്ടിയെ? ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് കൊറേ നോക്കിയതാ. പിന്നെ ഓടിച്ചോണ്ട് പോകുമ്പോഴേ ബ്രേക്ക് പിടിക്കാൻ മറന്നു. പിന്നെ നമുക്ക് നടന്നു പോവാം. വെറുതെ എന്തിനാണ് ആൾക്കാർക്ക് പണി ഉണ്ടാക്കണം അല്ലേ? ആണ്. പക്ഷെ നീ നോക്കിക്കോ, നമ്മള് രണ്ടുപേരും കൂടെ സ്കൂട്ടിയിൽ ഒരു ദിവസം ശംഖുമുഖത്തും നീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകും. ഉറപ്പാ. അപ്പൊ ബ്രേക്ക് പിടിക്കാൻ മറക്കൂ? ഇല്ല, ഞാൻ പഠിച്ചിട്ടേ പോവുള്ളൂ. എന്തിനും കൂടി എവിടെ പോയിട്ട് വന്നത്? നമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഞാനും സാധനം വാങ്ങിക്കാൻ പോവാ കൊച്ചമ്മയ്ക്ക് വേണ്ടിട്ട്. എന്തോ സാധനം അമ്മയ്ക്ക്? അത് സർപ്രൈസ്, അത് പറയാൻ പറ്റില്ല. സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ പറയാൻ പറ്റുന്നത്? പിന്നെ സുരഭി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, രണ്ടുപേർത്തും കൂടെയാണേ. ഞാൻ ഇങ്ങനെ മുടി ഇതാ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലേ കാണാൻ എങ്ങനെ ആയിരിക്കും? നല്ല രസമായിരിക്കും? പൊങ്ങിയിരിക്കും. അല്ല, ഇങ്ങനെ വെച്ച പൊങ്ങിയിരിക്കും അറിയാം. അതല്ല ഞാൻ ചോദിച്ചത്. എന്നെ കാണാൻ അങ്ങനെ വച്ചാൽ എന്നെ കാണാൻ എങ്ങനെ ഇരിക്കും? സ്പൈക്കാണോ ഉദ്ദേശിച്ചത്? പൈക്ക് എങ്ങനെ ഇരിക്കും മോളെ? ബോറായിരിക്കും. ആ സുന്ദര ചേച്ചിയുടെ എല്ലാ അസൂയയും കുഞ്ഞായ്മയും കുശുമ്പും എല്ലാം കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട്. ചുമ്മാ അല്ല. സുനി പറ, എങ്ങനെ ഇരിക്കും? നല്ല ചേലായിരിക്കും. ഇപ്പൊ എന്താണ് കാര്യം പറ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊച്ചമ്മ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട് ഗസ്റ്റ് ആയിട്ട്. കളപ്പൊക്കെ വരുന്നതാണ് ആ ദിവസം. അപ്പൊ ഞാനും ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അവിടെ. ആരോടെ? അമ്മയോടെ? കൊച്ചമ്മയുടെ കൂടെ ഞാൻ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ അതിനാണ് മുടി പൊക്കി വെച്ചോണ്ട് പോകുന്നത്. മുടി മറ്റേ നേരത്തെ പറഞ്ഞത് മോളെ പൈക്കും വയ്ക്കും. പിന്നെ മുഖത്തും മറ്റേ ഇതൊക്കെ വായിക്കും. അതൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് പോകാനുള്ള പരിപാടിയാണ്. നല്ല ചേലുമായിരിക്കും. അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ പൊക്കോളാം, നിങ്ങൾ പോയി. ഹലോ, ഒരു 2 സെക്കൻഡ് ചോദിക്കുന്നുണ്ട്, വേറെ തോന്നരുത്. ഒരു 200 എടുക്കാൻ കാണോ? ശമ്പളം കിട്ടി വന്ന് തരാം. മറ്റേ പേച്ചലും പൈക്കും ഒക്കെ ചെയ്യണ്ടേ? മനസ്സിലായി. 200 ഇതാ. നോക്കട്ടെ ആദ്യം. അത് നോക്കുമ്പോ കാണുമല്ലോ. ഇതുപോലെ കൊറേ വാങ്ങിച്ചേട്ടാ, ഒന്ന് തിരിച്ചു. നമ്മൾ തമ്മിൽ കണക്ക് വേണ്ട, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, 500 അല്ലേ ഉള്ളൂ. എത്ര 500 നോക്കട്ടെ. 500 ഞാൻ തരാം. ബാക്കി 300 തരാം. പോയിട്ട് തരണം. എങ്ങനെ പോയിട്ട് വന്നിട്ട് തരാം. കിട്ടിയതുപോലെ തന്നെ. അങ്ങനെ പറയല്ലേ. ഏട്ടാ, ജ്യൂസ് വേണം? ഒരു ഗ്ലാസ് എടുത്തോണ്ടാ. ഒരു ഗ്ലാസ് എടുത്തോണ്ട് വരാനൊന്നുമില്ല, വേണമെങ്കിൽ ഇത് കുടിച്ചോ. ഇതിന്ന് കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ, അത് നീ തന്നെ കുടിച്ചോ. ഓക്കെ, താങ്ക് യു. എന്താന്നറിയില്ല, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ്. അതെ, ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുക. അയ്യോ, എടി അത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിരുന്നു കൂടി. ഞാൻ ഈ ജ്യൂസ് തരാത്തിൽ നല്ല ഡിപ്രഷൻ ഉണ്ടല്ലേ. ഡിപ്രഷനാ? എനിക്കെന്താണ് ഡിപ്രഷൻ? എടി നല്ല പൈസ കൊടുത്താലേ വെളിയിൽ നല്ല ജ്യൂസ് കിട്ടും. അപ്പൊ ഇത് കൊള്ളൂലേ? മാട്ട ജ്യൂസ് ഇത് കുടിച്ചു നോക്ക. എനിക്കൊന്നും വേണ്ട. ഏട്ടാ, കുടിച്ചു നോക്കിയിട്ട് പറ, ഇത് മാട്ട ജ്യൂസാണോ കൊള്ളില്ലാത്ത ജ്യൂസാണോ എന്നുള്ളത് പറ. അത് കണ്ടാ തന്നെ അറിയാം. എന്നാ പിന്നെ പറ്റത്തില്ലല്ലോ, ഇത് കുടിച്ചേ. എനിക്ക് വേണ്ടെന്ന്. അത് പറ്റത്തില്ല, കുടിക്കേ. എങ്ങനെയുണ്ട്? അത് നീയാണ് പറയേണ്ടത്. ദുഷ്ട, അത് മുഴുവൻ കുടിച്ചു തീർത്തല്ലേ? കുടിച്ച് നീ എന്നെ കുടിക്കാൻ പറഞ്ഞത്. എന്നാലേ ഇതൂടെ കുടിച്ചോ. ഏട്ടാ, മനപ്പുറമല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.